ഇന്ത്യയിൽ വലിയ വ്യവസായങ്ങൾ സൃഷ്ടിച്ചവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല പേരുകളും കേൾക്കാറുണ്ട്. പക്ഷേ ഒരു മുഴുവൻ ഇൻഡസ്ട്രി തന്നെ രാജ്യത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞ ആളുകളുടെ കഥകൾ വളരെ കുറവാണ്. അത്തരത്തിലൊരു അസാധാരണമായ യാത്രയാണ് കിരൺ മസുംദാർ ഷായുടെ ജീവിതം. ഇത് വെറും ഒരു ബിസിനസ് വിജയകഥയല്ല. ഒരു സ്ത്രീക്ക് അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ എങ്ങനെ അതേ മേഖലയിൽ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചു എന്നതിൻ്റെ കഥയാണ്. 1953 മാർച്ച് 23 ബാംഗ്ലൂരിൽ ജനിച്ച കിരൺ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് വളർന്നത്. അവളുടെ അച്ഛൻ റസേന്ദ്ര മസുംദാർ യുണൈറ്റഡ് ബ്രൂവറീസിൽ ഹെഡ് ബ്രൂമാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ബ്രൂയിങ്, ഫെർമെന്റേഷൻ സയൻസ് എന്നീ മേഖലകളോട് അവൾക്കൊരു സ്വാഭാവിക താല്പര്യമുണ്ടായി. ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച ശേഷം അവൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി. എന്നാൽ അവളുടെ ലക്ഷ്യം ഒരു സാധാരണ ജോലി നേടുക എന്നതിലായിരുന്നില്ല. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം നേടുക എന്നതായിരുന്നു. അതിനുവേണ്ടിയാണ് അവൾ ഓസ്ട്രേലിയയിലേക്ക് പോയത്. ബലാരറ്റ് കോളേജ്, മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ ബ്രൂയിങ് സയൻസ് പഠിച്ച് 1975 ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രൂ മാസ്റ്ററായി മാറി. സാധാരണയായി ഇതൊരു വലിയ നേട്ടമായി കണക്കാക്കേണ്ടതാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അതൊരു അവസരത്തിൻ്റെ തുടക്കമായിരുന്നില്ല, മറിച്ച് വലിയൊരു നിരാശയുടെ തുടക്കമായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം നിരവധി കമ്പനികളിൽ അവർ ജോലി അപേക്ഷിച്ചു. എന്നാൽ അവരെ ഒരിടത്തും സ്വീകരിച്ചില്ല. കാരണം അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടോ യോഗ്യത കുറവുള്ളതുകൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. ബ്രൂയിങ് ഇൻഡസ്ട്രി പുരുഷന്മാർക്കുള്ള മേഖലയാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ബ്രൂ മാസ്റ്ററായി നിയമിക്കാൻ കമ്പനികൾ തയ്യാറായിരുന്നില്ല. ഈ ഘട്ടം അവരുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയായി. വർഷങ്ങളോളം പഠിച്ചു നേടിയ വിദ്യാഭ്യാസവും കഴിവും ആഗ്രഹങ്ങളും ഒറ്റ നിമിഷത്തിൽ വില കുറഞ്ഞതുപോലെ തോന്നി. എന്നാൽ ഈ അവസ്ഥയിൽ പലരും വഴിമാറി പോകുമായിരുന്നെങ്കിലും കിരൺ അതിനെ ഒരു അവസാനമായി കണ്ടില്ല, മറിച്ച് അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ തീരുമാനിച്ചു. അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിന്റ്. 1978 വെറും 10,000 രൂപ മാത്രമുള്ള മൂലധനത്തോടെ ബാംഗ്ലൂരിലെ ഒരു വാടക വീടിൻ്റെ ഗ്യാരേജിൽ നിന്ന് അവർ ഒരു ചെറിയ കമ്പനി ആരംഭിച്ചു. ആ കമ്പനിയുടെ പേര് ബയോകോൺ. തുടക്കത്തിൽ ഇതൊരു ഐറിഷ് കമ്പനിയുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. എൻസൈം പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ പ്രധാന പ്രവർത്തനം. ആരംഭകാലം എല്ലാവരെയും പോലെ വളരെ പ്രയാസകരമായിരുന്നു. ബാങ്കുകൾ അവർക്ക് വായ്പ നൽകാൻ തയ്യാറായില്ല. ഒരു സ്ത്രീക്ക് ബയോടെക് കമ്പനി നടത്താനാകുമോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു അത്രേ. നിക്ഷേപകർക്ക് വിശ്വാസമില്ലായിരുന്നു. മികച്ച ആളുകളെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു പുതിയ മേഖലയിൽ ഒരു സ്ത്രീ നയിക്കുന്ന ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആളുകൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ബിസിനസ് വളർത്തുന്നത് എളുപ്പമല്ല. എന്നാൽ കിരൺ അതിനെ അതീവ ശ്രദ്ധയോടെയും ക്ഷമയോടെയും സമീപിച്ചു. അവർക്ക് അറിവും ശാസ്ത്രീയ ബോധവും ഉണ്ടായിരുന്നു. അതിനൊപ്പം ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് പതിയെ പഠിച്ചു. ക്ലയൻറ്റുകളെ വിശ്വസിപ്പിക്കുക, മാർക്കറ്റ് മനസ്സിലാക്കുക, ക്വാളിറ്റി ഉറപ്പാക്കുക, ഇവയെല്ലാം അവർ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയ ബയോകോൺ പതിയെ വളർന്നു. എൻസൈം പ്രൊഡക്ഷനിൽ മാത്രം ഒതുങ്ങാതെ അവർ കമ്പനിയെ പുതിയ മേഖലകളിലേക്ക് നീക്കി. ഇന്ത്യയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായ മേഖലകളായ ഡയബറ്റിസ്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ഇതൊരു വലിയ റിസ്ക് ആയിരുന്നു. കാരണം ഈ മേഖലയിൽ ഗവേഷണത്തിനും വികസനത്തിനും വലിയ നിക്ഷേപം ആവശ്യമാണ്. എന്നാൽ കിരൺ ദീർഘകാല ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങി. 2001 കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ജൊവാസ്റ്റേറ്റിൻ എന്ന മരുന്നിൻ്റെ പേറ്റന്റ് കാലാവധി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാർക്കറ്റ് സാധ്യത അവർ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. ബയോകോൺ സ്റ്റാറ്റിൻസ് നിർമ്മാണത്തിലേക്ക് കടന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റാറ്റിൻസ് കമ്പനിയുടെ വരുമാനത്തിൻ്റെ 50% സംഭാവന ചെയ്യുന്ന മേഖലയായി മാറി. ഇതോടെ ബയോകോണിൻ്റെ വളർച്ച കൂടുതൽ വേഗത്തിലായി. 1998 70 കോടി മാത്രമായിരുന്ന കമ്പനിയുടെ വരുമാനം 2004 500 കോടിയായി ഉയർന്നു. ഇതൊരു വലിയ മാറ്റമായിരുന്നു. ഈ വളർച്ചയുടെ അടുത്ത ഘട്ടമായി 2004 നാരായണമൂർത്തിയുടെ ഉപദേശം തേടി കിരൺ ബയോകോണിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബയോടെക് കമ്പനിയായി IPO പുറത്തിറക്കിയ ബയോകോണിന് വിപണിയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. IPO 33 മടങ്ങ് ഓവർ സബ്സ്ക്രൈബ്ഡായി. ആദ്യ ദിവസത്തെ ട്രേഡിങ്ങിൽ തന്നെ കമ്പനി $1 ബില്യൺ മൂല്യം കടന്നു. ഒരു ഗ്യാരേജിൽ ആരംഭിച്ച ഒരു ചെറിയ സംരംഭം വെറും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ $1 ബില്യൺ കമ്പനിയായത് ഇന്ത്യയിലെ ബിസിനസ് ലോകത്ത് വലിയൊരു സന്ദേശമായിരുന്നു. ബയോകോൺ പിന്നീട് ആഗോള വിപണിയിലേക്കും വ്യാപിച്ചു. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും എൻസൈംസ് കയറ്റുമതി ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറി. നിരവധി ഗവേഷണ കേന്ദ്രങ്ങളും പങ്കാളിത്തങ്ങളും പേറ്റന്റ് ആപ്ലിക്കേഷൻസും വഴി കമ്പനി വീണ്ടും വളർന്നു.
വരുമാനത്തിൻ്റെ ഏകദേശം 10% ഗവേഷണത്തിനായി മാറ്റിവെക്കുന്നത് ഇന്ത്യയിലെ മറ്റ് ഫാർമ കമ്പനികളിൽ നിന്നും ബയോകോണിനെ വ്യത്യസ്തമാക്കി. ഇന്ന് ബയോകോൺ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻസുലിൻ നിർമ്മാതാക്കളിൽ ഒന്നാണ്. അഡ്വാൻസ്ഡ് ബയോളജിക്സ്, ക്യാൻസർ തെറാപ്പീസ്, ഡയബറ്റിസ് കെയർ എന്നിവയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. എന്നാൽ കിരൺ മസൂംദാർ ഷായുടെ യാത്ര ബിസിനസ്സിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വ്യക്തിപരമായ അനുഭവങ്ങൾ അവരുടെ ജീവിത ദിശയെ കൂടുതൽ വിപുലമാക്കി. അടുത്ത സുഹൃത്തിൻ്റെ മരണം, ഭർത്താവിൻ്റെയും അമ്മയുടെയും ക്യാൻസർ അനുഭവങ്ങൾ എന്നിവ അവരെ ആരോഗ്യരംഗത്ത് കൂടുതൽ ഇടപെടാൻ പ്രേരിപ്പിച്ചു. 2009 ദേവി ഷെട്ടിയുമായി ചേർന്ന് നാരായണ ഹെൽത്ത് സിറ്റിയിൽ മസൂംദാർ ഷാ മെഡിക്കൽ ഫൗണ്ടേഷൻ എന്ന 1400 ബെഡ് ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. തുടർന്ന് അഡ്വാൻസ്ഡ് തെറാപ്യൂട്ടിക് സെൻറ്റർ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് എന്നിവയും ആരംഭിച്ചു. ലോകോത്തര ചികിത്സ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ബയോകോൺ ഫൗണ്ടേഷൻ മുഖേന ഗ്രാമീണ ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി അവർ പ്രയത്നിച്ചു. COVID-19 കാലഘട്ടത്തിൽ വാക്സിൻ ട്രീറ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്കും അവരുടെ പങ്ക് നിർണായകമായിരുന്നു. അവരുടെ സംഭാവനകൾക്ക് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1989 പത്മശ്രീയും 2005 പത്മഭൂഷണും 2020 EI വേൾഡ് ഓൺട്രപ്രനിയർ ഓഫ് ദി ഇയറും എന്നിവയൊക്കെ അവയിൽ ചിലത് മാത്രമാണ്. ലോകത്തിലെ ശക്തമായ സ്ത്രീകളുടെ ഫോബ്സ് പട്ടികയിൽ കിരൺ സ്ഥിരം ഇടം നേടാറുണ്ട്. എന്നാൽ ഈ എല്ലാ നേട്ടങ്ങൾക്കുമപ്പുറം കിരൺ മസൂംദാർ ഷായുടെ കഥ നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കിയ വഴികൾ തന്നെ നമ്മൾ സ്വീകരിക്കാറില്ല. അപ്പോൾ പലരും വഴിമാറിപ്പോകും. പക്ഷെ ചിലർ ആ വഴി തന്നെ പുതിയതായി നിർമ്മിക്കും. ഒരു ജോലി പോലും ലഭിക്കാത്ത അവസ്ഥയിൽ നിന്നാണ് കിരൺ തുടങ്ങിയത്. എന്നാൽ ഇന്ന് അവർ ജോലി അന്വേഷിച്ച മേഖലയെ തന്നെ ഒരു വ്യവസായമായി മാറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ കഥയുടെ യഥാർത്ഥ ആശയം. അവരുടെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് അവസരങ്ങൾ ലഭിക്കാത്തത് പരാജയമല്ല എന്നതാണ്. അത് പലപ്പോഴും ഒരു പുതിയ ദിശയിലേക്ക് നമ്മെ തിരിക്കുന്ന ഒരു അവസരമാണ്. ചെറിയ തുടക്കങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും ദീർഘകാല ചിന്തയും സ്ഥിരതയും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഇൻഡസ്ട്രി തന്നെ മാറ്റാൻ കഴിയുമെന്നും ഇതിനും വലിയ ഉദാഹരണങ്ങൾ വേറെ വേണോ? അതുകൊണ്ട് തന്നെ ഇതൊരു കിരൺ മസൂംദാർ ഷായുടെ കഥ മാത്രമല്ല. അവസരങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം അവ സ്വയം സൃഷ്ടിക്കാൻ തയ്യാറായ ഏവർക്കും ബാധകമായ ഒരു കഥ കൂടിയാണ്.